ഒരു ചോദ്യം ചെയ്യാം. കലണ്ടറിൽ 4 തീയതികൾ രൂപീകരിക്കുന്ന ഒരു സമചിത്രത്തിൽ കാണുന്ന തീയതികളുടെ തുക 64 എങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഇതിന് എളുപ്പവഴി നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിന്റെ റിലേറ്റഡ് വീഡിയോയിൽ കൊടുക്കാം. ഇത് നമുക്ക് എക്സ് വെച്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. നമുക്ക് നോക്കാം. നമുക്കറിയാം, ഒരു കലണ്ടറിലെ 4 കോളങ്ങൾ ഒരു സമചിത്രമാക്കുമ്പോൾ ആദ്യത്തെ നമുക്ക് അറിയത്തില്ല, അതിന് നമ്മൾ എക്സ് എന്ന് കൊടുക്കുവാണെങ്കിൽ തൊട്ടടുത്ത് എന്തായിരിക്കും? x+1 ആയിരിക്കുമല്ലോ. അതായത് ഇത് 1-ാം തീയതി ആണെങ്കിൽ ഇത് 2-ാം തീയതി, അപ്പൊ x+1. ഇനി ഇത് തിങ്കളാണെന്നിരിക്കട്ടെ, ഇത് എക്സ്, ഒരു തീയതി. അടുത്ത തിങ്കളാണല്ലോ ഇവിടെ വരുന്നത്, അതായത് ഈ ഡേറ്റിന്റെ കൂടെ 7 കൂട്ടിയതായിരിക്കും ഈ ഡേറ്റ്. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസമാണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ വരും? എക്സ് ഇതാണെങ്കിൽ ഇതിന്റെ കൂടെ 7 കൂട്ടിയ ദിവസമായിരിക്കും ഇത് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് 7 ആണെങ്കിൽ ഇതോ x+8 എന്ന് എടുക്കാമല്ലോ. ഇതിന്റെ തൊട്ടടുത്തത് x+8. ഇങ്ങനെയാണ് നമ്മൾ എക്സിന്റെ രീതിയിൽ 4 കോളങ്ങളും നമ്പറിന് പകരം നമ്മൾ എടുക്കുന്നത് ബീജഗണിത രൂപത്തിൽ. ആദ്യം എക്സ് ആണെങ്കിൽ ഇവിടെ x+1, ഇവിടെ എക്സ് ആണെങ്കിൽ തൊട്ട് താഴത്തെ x+7 ആയിരിക്കും. അതിൻ്റെ കൂടെ 1 കൂട്ടുന്നതായിരിക്കുമല്ലോ ഇങ്ങോട്ട്. അപ്പൊ ഇങ്ങോട്ട് 1 കൂട്ടി എഴുതും, താഴോട്ട് 7 7 7 കൂട്ടിയാണ് നമ്മൾ എഴുതുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സമ്മ 64 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിന്റെ എല്ലാം കൂടെ തുക എന്ന് കൂട്ടുമ്പോൾ x+1 x+7 x+8 ഇത്രയും നമുക്ക് 64 ആണ് തന്നിരിക്കുന്നത്. ഇനി എക്സിന്റെ ടൈമുകളെല്ലാം കൂടെ കൂട്ടണം. എത്ര എണ്ണം ഉണ്ട്? 4 ടൈം ഉണ്ട്. അപ്പൊ 4x പ്ലസ് നമ്പർ എല്ലാം കൂടെ കൂട്ടിക്കേ. 7ഉം 8ഉം 15ഉം 1ഉം 16 സമം 64. ഇനി എന്ത് ചെയ്യേണ്ടത്? എക്സ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി 4x അവിടെ തന്നെ ഇടുക, ഈ 16നെ അപ്പുറത്ത് കൊണ്ടുപോകുക. 64 അവിടെ ഇട്ടിട്ട് ഈ 16നെ അപ്പുറത്തോണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 48 കിട്ടും. അതായത് 4x സമം 48 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഈ 4 ഗുണനമായി ഇവിടെ വരുന്നുണ്ട്, അതുകൊണ്ട് ഈ 4നെ നമ്മൾ അപ്പുറത്തോണ്ട് ഹരിക്കണം. 48 ഭാഗം 4 ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 12 കിട്ടും. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? 12. അപ്പൊ ഇതിൽ ഏറ്റവും ചെറുത് എക്സ് ആണ്. ഈ എക്സ് 12 ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി 12.